friends, welcome to our channel nathoonztipsstitching. ഇന്ന് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മുരിങ്ങക്കായ വെച്ചിട്ട് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മുരിങ്ങയ്ക്കൊക്കെ നമുക്കിപ്പോൾ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു സീസൺ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായ നമുക്കൊന്ന് നന്നായി വൃത്തിയായി കഴുകിയെടുക്കാം. നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഇത് മുഴുവൻ അരിഞ്ഞ് നല്ല ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങക്കായക്ക് വേറെ എന്തൊക്കെ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമുക്ക് കടുക് വേണം, വെളുത്തുള്ളി വേണം, 2 കഷ്ണം ഇഞ്ചി വേണം, മുളക് പൊടി വേണം, ഉലുവ വേണം, ഉപ്പ് വേണം, ഒരു നുള്ളി മഞ്ഞൾപ്പൊടി വേണം. ഈ ഉലുവ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഉലുവ ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ കടുക് ഒന്ന് പതുക്കെ ചൂടാക്കി എടുക്കാം. ഇത് രണ്ടും കൂടി പൊടിക്കാനായിട്ട്. ഈ മുരിങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് നമ്മളൊരു 100 ഗ്രാം പുളി നന്നായി പിഴിഞ്ഞ് തിളപ്പിച്ചിട്ടുണ്ട്. തിളപ്പിച്ച് വേവിച്ചിട്ടുള്ളത് അത് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചൂടാക്കിയ കടുക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ ഉലുവ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്ലേറ്റിലേക്ക് ഇട്ടേക്കാം. നമ്മുടെ ഉലുവ പൊടിച്ചത് പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിൻ്റെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായതിൻ്റെ അതിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ട് മുരിങ്ങക്കായ ഇതിലിട്ടിട്ട് നന്നായി വഴറ്റാൻ നമുക്ക്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായി വാടിയിട്ട് അതിലേക്ക് മുരിങ്ങക്കായ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം മുരിങ്ങക്കായനെ ഒന്ന് വഴറ്റാം. മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. കായം പൊടി ഇട്ട് കൊടുക്കാം. കടുക് പൊടിച്ചത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. പുളി തിളപ്പിച്ച് കലക്കിയത് ഇതിലേക്ക് ഒഴിക്കും. നമ്മുടെ പുളി തിളപ്പിച്ച് വറ്റിച്ചതാണ് അത് അരിച്ചിട്ട് ഒഴിക്കണം. അതിൻ്റെ പറ്റുന്ന വരാണ്ടിരിക്കാൻ അതിൻ്റെ
അതിൻ്റെ തൊണ്ടും വരാണ്ടിരിക്കാൻ നമുക്ക് നന്നായി അരിച്ചൊഴിക്കാം. നമ്മൾ വാട്ടി വെച്ച നമ്മുടെ മുരിങ്ങക്കായ നമുക്ക് ഇതിലിട്ട് നമ്മുടെ മുരിങ്ങയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ മുരിങ്ങക്ക അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് എല്ലാവരും കണ്ടില്ലേ? വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.